السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസും കല്യാണത്തെ പറ്റിയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഇണകൾ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു നമ്മുടെ വർഗത്തിൽ നിന്ന് തന്നെ, അതുമൂലം സമാധാനം ലഭിക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വലിയ ഒരു സ്നേഹവും കാരുണ്യവും അല്ലാഹു ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ സമാധാനം വേണം, പരസ്പരം വലിയ സ്നേഹം അതേപോലെ തന്നെ കാരുണ്യവും വേണം. എന്നാൽ നമുക്ക് വലിയ സമാധാനം കിട്ടും. അങ്ങനെയുള്ള കല്യാണം കഴിഞ്ഞുള്ള ജീവിതം അത് നമുക്ക് വലിയ ഒരു ഗുണകരമായിരിക്കും. നമുക്ക് ഐഹിക പാരത്രിക ജീവിതത്തിൽ വലിയ ഗുണമുണ്ടാകും. അവിടെ അള്ളാഹു പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് പാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ചിന്തിക്കുന്നവർക്ക്. ഇതിൽ നമുക്ക് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരുപാട് അതിൽ ചിന്തിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. കല്യാണം കഴിഞ്ഞ് നല്ല ജീവിതമാണ്, നല്ല സന്തോഷകരമായ ജീവിതമാണ് എങ്കിൽ, ഇന്നലെ ഞാൻ ഒരുപാട് പഠന റിപ്പോർട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവർക്ക് ഹാർട്ടിന്റെ രോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്ന്. കല്യാണം തീരെ കഴിക്കാത്തവരെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു അവരുടെ ജീവിതം തീരെ സുഖകരമല്ല, അവരപേക്ഷിച്ച് കല്യാണം കഴിച്ച് നല്ല അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നല്ല സമാധാനം, പരസ്പരം വലിയ സ്നേഹം, വലിയ കാരുണ്യമുള്ളവർക്ക് അവർക്ക് ഹാർട്ടിന്റെ രോഗങ്ങളില്ല, ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരുപാട് പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ ഞാൻ ഇന്നലെ പറഞ്ഞു. ഹാർട്ടിന്റെ മാത്രമല്ല, ക്യാൻസർ രോഗികളെ വരെ അത്തരം നല്ല ജീവിതമാണ് കല്യാണം കഴിഞ്ഞുള്ളത് എങ്കിൽ, അവർ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ അതിനെ ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്നാണ് പഠനം പറയുന്നത്. അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്, കല്യാണം കഴിച്ച് നല്ല ജീവിതമാണ് എങ്കിൽ, നല്ല സമാധാനമുള്ള പരസ്പരം വലിയ സ്നേഹവും കാരുണ്യമുള്ള ജീവിതമാണെങ്കിൽ അവർക്ക് പിന്നെ വിഷാദങ്ങളില്ല, ഡിപ്രഷനുകളില്ല എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് കല്യാണം കഴിക്കാത്തവർക്ക് അവര് ഒറ്റപ്പെട്ട ജീവിതമാണ്, അവർക്ക് കൂടുതൽ ഡിപ്രഷനുകൾ ഉണ്ടാകും. അതുമൂലം അവർ ഡ്രഗ് അടിക്കാനും അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കാനും ചിലപ്പോ സാധ്യത ഉണ്ട് എന്നാ പഠനം പറയുന്നത്. അപ്പോ ചിലപ്പോ ചില മതങ്ങളിൽ ചില ആചാരങ്ങളിൽ ചിലർക്ക് കൊണ്ട് കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളത്, അത് അവരുടെ മതങ്ങളുടെ ആചാരങ്ങളാണ്. അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല. എല്ലാ മതസ്ഥരെയും എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവരെയും നാം ബഹുമാനിക്കേണ്ടതാണ്. അതേപോലെ തന്നെ BP, കല്യാണം കഴിച്ച് നല്ല ജീവിതമാണെങ്കിൽ BP അവരുടെ BP എപ്പോഴും നോർമലായിരിക്കും എന്നാണ് പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ബിഹേവിയറൽ മെഡിസിന്റെ ഒരു പഠനത്തിലാണ് ഈ കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. അവിടുത്തെ ഗവേഷകർ പറയുന്നു, കല്യാണം കഴിച്ച് നല്ല ജീവിതമാണ്, ഹാപ്പി ജീവിതമാണ് എങ്കിൽ അവരുടെ BP നോർമലാണ്. നേരെ മറിച്ച് തീരെ കല്യാണം കഴിക്കാത്തവരും അല്ലെങ്കിൽ കഴിച്ചവരുടെ ജീവിതം തീരെ സന്തോഷകരമായ ജീവിതമല്ല എങ്കിൽ അവരുടെ BPയുടെ അളവ് അത് നോർമൽ അല്ല, അത് വേഴ്സ്റ്റ് ആയിരിക്കും എന്നാണ് ഈ പഠനം പറയുന്നത്. അതേപോലെ തന്നെ ഒരു വ്യക്തി, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന് സോഷ്യൽ നെറ്റ്വർക്കായിട്ട് വലിയ ബന്ധമുണ്ട്, സാമൂഹികപരമായിട്ട് എല്ലാത്തിനും ഇടപെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ BPയും നോർമലിൽ കാണുമെങ്കിലും, ഇനി കല്യാണം കഴിച്ച് പരസ്പരം നല്ല ജീവിതമാണെങ്കിൽ അവര് BP അപേക്ഷിച്ച് ഇയാളെ BP അത്ര നന്നല്ല, അവരുടെ BP അതിനെക്കാട്ടി വളരെ നല്ലതാണ് എന്നാണ് പഠനം പറയുന്നത്. അതേപോലെ തന്നെ വിഷാദങ്ങള് കല്യാണം കഴിച്ച്
നല്ല ജീവിതം നയിക്കുന്നവരുടെ വിഷാദങ്ങളെ അവർക്ക് വിഷാദം ഉണ്ടാവുകയില്ല എന്ന് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിന്റെ ഗവേഷകർ പറയുന്നുണ്ട്. അവര് കല്യാണം കഴിച്ച് അവര് പരസ്പരം വലിയ സ്നേഹത്തിലാണ്. അങ്ങനെയുള്ള അവരെ ബ്രെയിനിനെ സ്കാൻ ചെയ്തിട്ട് അവർ കണ്ടെത്തിയതിനെ 2008 അവർ പ്രസന്റ് ചെയ്തത് ഈ പഠനത്തിൽ. അപ്പൊ അവര് പറയുന്നത് 2008 ഒരു ന്യൂറോ സയൻസിന്റെ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഈ പഠനത്തെ അവര് പ്രസന്റ് ചെയ്തത്. അവർ പറയുന്നു കല്യാണം കഴിച്ച് നല്ല ജീവിതമാണെങ്കിൽ അവർക്ക് വിഷാദങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. ACDCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്, അതായത് 1,00,000 ഒരു വലിയ പഠനമാണ്. 1,27,000 കല്യാണം കഴിച്ച സ്ത്രീ പുരുഷന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പഠനത്തിൽ അവർ പറയുന്നു, ഇങ്ങനെ കല്യാണം കഴിച്ച് വളരെ നല്ല ജീവിതമാണ് എങ്കിൽ അവർക്ക് പിന്നെ തലവേദനകളും മുതുകിൽ വരുന്ന വേദനകൾ, ബാക്ക് പെയിനുകൾ ഇതൊന്നും അവരിൽ കാണുന്നില്ല എന്ന് ഈ പഠനത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 16 സ്ത്രീകളെ കല്യാണം കഴിച്ച സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനത്തില്, ഇത് സൈക്കോളജിക്കൽ സയൻസിലാണ് ഇതിനവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവരിലെ പിന്നെ സ്ട്രെസ്സുകൾ, പിരിമുറുക്കങ്ങൾ വളരെ കുറവാണ് എന്ന് ഈ പഠനത്തിൽ പറയുന്നുണ്ട്. കല്യാണം കഴിച്ചു നല്ല ജീവിതമാണ് അവരിലാണ്. കല്യാണം കഴിച്ച് ജീവിതം നന്നല്ല എങ്കിൽ അവർക്ക് പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ കല്യാണം എന്നുള്ളത് ഈ സ്ട്രെസ്സുകളെ മാനേജ് ചെയ്യാൻ വളരെ നല്ലതാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അവർക്ക് പരസ്പരം അവരുടെ സ്ട്രെസ്സുകള് അതിന് ഒരു അയവ് വരുന്നുണ്ട്, അതിന് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്, സ്ട്രെസ്സുകൾ ഇല്ല എന്ന് മറ്റൊരു റിപ്പോർട്ടിലും കൂടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാർണിജി മിലൻ യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്, ചിലർക്ക് തണുപ്പുകൾ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലൂ അല്ലെങ്കിൽ വൈറസ് ബാധിക്കുന്നു, എന്നിട്ട് രോഗങ്ങൾ ഉണ്ട് എങ്കിലും കല്യാണം കഴിച്ചവരാണ്, അവരുടെ ജീവിതം വളരെ നല്ല ജീവിതമാണ്, നല്ല സമാധാനമുള്ള പരസ്പരം സ്നേഹവും കാരുണ്യവും ഉള്ള ജീവിതമാണ് എങ്കിൽ അവരുടെ രോഗങ്ങൾ പെട്ടെന്നായിട്ട് മാറുന്നു എന്ന് ഈ പഠനത്തിൽ അവർ പറയുന്നു. ഈ പഠനം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സൈക്കോസോമാറ്റിക് മെഡിസിൻ ആണ്. അതേപോലെ തന്നെ കല്യാണം കഴിച്ചു വളരെ നല്ല ജീവിതം നയിക്കുന്നവർക്ക് വല്ല പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കുരുക്കളുണ്ട്, എന്നാൽ അത് വളരെ പെട്ടെന്നായിട്ട് മാറുന്നു. കല്യാണം കഴിക്കാത്തവരും കല്യാണം കഴിച്ചിട്ട് തീരെ സുഖകരമില്ലാത്ത ജീവിതം നയിക്കുന്നവരും അവരിൽ മാറുന്നതിനെ അപേക്ഷിച്ച് രണ്ടരട്ടി ഫാസ്റ്റായിട്ടാണ് ഇവരുടെ രോഗങ്ങൾ മാറുന്നത് എന്ന് ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിൽ അവര് പറയുന്നുണ്ട്. ഈ പഠനം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആർക്യൂ ഓഫ് ജനറൽ സൈക്കാട്രി ആണ്. ചുരുക്കത്തില് അതേപോലെ തന്നെ ലോങ് ലൈഫ്, ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ പറ്റും കല്യാണം കഴിച്ച് നല്ല ജീവിതം നയിക്കുന്നവരാണെങ്കിൽ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ സമാധാനമുള്ള പരസ്പരം വലിയ സ്നേഹവും കാരുണ്യമുള്ള ജീവിതമാണെങ്കിൽ അവര് കൂടുതൽ ഇവിടെ ജീവിക്കും, അവരുടെ ആയുസ് നീണ്ടു കിട്ടും എന്ന് ഈ പഠനത്തിൽ പറയുന്നുണ്ട്. ഇത് ഒരു 8 വർഷത്തോളം നീണ്ടു നിന്ന ഒരു വലിയ പഠനമാണ്. 1990 ഇതിന്റെ ഡാറ്റ നാഷണൽ ഹെൽത്ത് ഇന്റർവ്യൂ സർവേ റിസർച്ചേഴ്സ് കളക്ട് ചെയ്തത്. എന്നിട്ട് അവർ പറയുന്നു അങ്ങനെയുള്ളവർക്ക് പിന്നെ ആയുസുകൾ നീണ്ടു കിട്ടും. തീരെ കല്യാണം കഴിക്കാത്തവര് 58% മരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചുരുക്കത്തില് കല്യാണം കഴിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അല്ലാഹു തആല സൂറത്ത് റൂമിൽ 21-ാമത്തെ ആയത്തിലും അതേപോലെ തന്നെ അല്ലാഹു തആല പലയിടത്ത് ഖുർആൻ ഷരീഫിലും പറഞ്ഞ കാര്യമാണ്.
ഹദീസുകൾ ഇതിനെപ്പറ്റി ധാരാളമുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് രോഗങ്ങൾക്ക് ശമനമുണ്ട് എന്ന് കല്യാണം കഴിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നല്ല സമാധാനം കിട്ടുന്ന, പരസ്പരം വലിയ സ്നേഹവും കാരുണ്യവുമുള്ള ജീവിതമാ അത് ആയിരിക്കണം. എന്നാൽ ഒരുപാട് രോഗങ്ങളെ അത് തടയുന്നു. അല്ലാഹു തആല ഈ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും നന്മ ചെയ്യുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.